നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. അമ്മ സംഘടനയും ശ്വേതാ മേനോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കപ്പെടുന്നതിന്റെ ഭാഗമായി നടിയോട് പാലക്കാട് MLA കൂടിയായ രമേശ് പിഷാരടി സംസാരിച്ചതിന്റെ റെക്കോർഡുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ കോള് അവസാനിക്കും മുൻപുള്ള കുറച്ച് മിനിറ്റ് സമയം രമേശ് ശ്വേതയോട് ദ്വയാർത്ഥത്തോടെ സംസാരിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു. ആ സംഭാഷണ ശകലം വൈറലായതോടെ രമേശ് പിഷാരടിക്ക് വലിയ രീതിയിൽ വിമർശനങ്ങളും ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് യൂസർമാരിൽ ഒരാളായ TC രാജേഷ് സിന്ധു പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഇപ്പോൾ MLA ആകും മുൻപുള്ള രമേശ് പിഷാരടിയുടെ സ്കിറ്റുകൾ പോലും സ്ത്രീവിരുദ്ധ ഉള്ളവയായിരുന്നു എന്ന് തോന്നുന്നുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: രമേശ് പിഷാരടിയുടെ കോമഡി സ്കിറ്റുകൾ പൊതുവെ കാണാറില്ല. മറ്റ് പല സ്കിറ്റുകളിലേതും പോലെ സ്ത്രീവിരുദ്ധതയും മറ്റും നിറഞ്ഞു നിൽക്കുന്നതാണ് അവയെന്ന് പലതും കണ്ടിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുണ്ട്. ആൺകോയ്മ കൂട്ടങ്ങളുടെ വെടിവട്ടങ്ങളിൽ ഉൾപ്പെടെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വലിയൊരു പ്രശ്നമാണ്. കോമഡി ഷോകൾ മാത്രമല്ല, ഒരു കാലത്തെ മലയാള സിനിമകളിലെ കോമഡി സീനുകൾ പോലും ഇത്തരത്തിൽ ദ്വയാർത്ഥങ്ങളെ കൊണ്ട് ചളി സൃഷ്ടിച്ചവയായിരുന്നു. അന്ന് ഇതൊക്കെ കണ്ടും കേട്ടും ആർത്തു ചിരിച്ചിരുന്ന ഒരു ജനതയാണ് നമ്മുടെ നാട്ടിലേത്. മലയാള ഭാഷയിലെ പല വാക്കുകൾക്കും ഇപ്പോൾ അശ്ലീലം കലർന്ന മറ്റ് അർത്ഥങ്ങളും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവയുടെയൊക്കെ റൂട്ട് ഇത്തരം സിനിമകളോ കോമഡി ഷോകളോ ഒക്കെ ആയിരിക്കണം. അതിലൊന്നാണ് പരിപാടി എന്ന വാക്ക്. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് മൂടിവെച്ച് അശ്ലീലം പറയാനുള്ള ഉപാധികളാണ് അത്തരം വാക്കുകൾ. കുറെ കാലം മുൻപ് ഇതേപ്പറ്റി ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. രമേശ് പിഷാരടി ആത്യന്തികമായി ഒരു കോമഡിയനും സിനിമാക്കാരനുമാണ്. MLA ആകാൻ വേണ്ടി മാത്രം രാഷ്ട്രീയക്കാരന് ആയതുമാണ്. അയാൾ മത്സരിക്കുന്ന സമയത്തും ഇത്തരം ചളി സ്കിറ്റുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഉണ്ടായിരുന്നു. അയാളുടെ ജനപിന്തുണയ്ക്ക് പിന്നിൽ ആ സ്കിറ്റുകളും ഡയലോഗുകളും കുറച്ചെങ്കിലും പ്രവർത്തിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരിടത്തും അത്തരം സംഭാഷണങ്ങളുടെ പേരിൽ പിഷാരടി ചോദ്യം ചെയ്യപ്പെടുക ഉണ്ടായിരുന്നില്ല. പിഷാരടിയുടേതായി ഇപ്പോൾ പറയപ്പെടുന്ന ഓഡിയോ MLA ആയതിനു മുൻപുള്ളതാണോ ശേഷമുള്ളതാണോ എന്നത് വ്യക്തമല്ല. മാത്രമല്ല, MLA എന്ന നിലയിലല്ല, സിനിമാക്കാരനായ ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് പിഷാരടി ശ്വേതയുമായി സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അപ്പുറമുള്ള മാന്യതയൊന്നും പിഷാരടിയുടെ സംസാരത്തിൽ നിന്നും പ്രതീക്ഷിക്കാനും ചെയ്യരുത്. MLA എന്ന നിലയിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അയാൾ എങ്ങനെയാണത് മാത്രം നോക്കിയാൽ മതി. അല്ലാതുള്ളപ്പോഴൊക്കെ വിട്ടുവീഴ്ചകൾക്ക് തൽക്കാലം നല്ലതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതുപോലെയുള്ള സംഭാഷണ ശകലങ്ങൾ BJP നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായതെങ്കിൽ അത് തന്നെ അനുകൂലമായി ബാധിക്കുമോ? താങ്കളുടെ നിലപാട് എന്തായിരിക്കും എന്നായിരുന്നു ഒരു മറുപടി. നിരവധി ട്രോളുകളും മീമുകളും രമേശ് പിഷാരടിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെ പോരാട്ടം തുടരും എന്നാണ് ശ്വേതാ മേനോൻ അറിയിച്ചിരിക്കുന്നത്. ഫണ്ടിൽ സാമ്പത്തിക തിരിമറി നടത്തിയതായും ശ്വേതാ മേനോൻ ആരോപിക്കുന്നുണ്ട്. സംഘടനയിലെ സാധാരണക്കാരായ അംഗങ്ങളുടെ ക്ഷേമത്തിനായി മാറ്റിവെച്ച ഫണ്ടിൽ സാമ്പത്തിക തിരിമറി നടന്നതായി കണ്ടെത്തിയെന്നും ഇതേക്കുറിച്ച് ചോദ്യം ചെയ്തത് മുതലാണ് തനിക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടായതെന്നും ശ്വേതാ മേനോൻ വാദിക്കുന്നുണ്ട്. അമ്മയിൽ നിന്നും രാജിവെക്കുകയാണെന്നും പ്രാഥമിക അംഗത്വം പോലും രാജിവെക്കുകയാണെന്നുമായിരുന്നു ശ്വേതാ മേനോൻ ആദ്യം പറഞ്ഞിരുന്നത്. ഭരണസമിതിയിലെ അംഗങ്ങളെല്ലാം രാജിവെച്ചതോടെയാണ് താൽക്കാലിക അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വന്നത്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അഡ്ഹോക്ക് കമ്മിറ്റിയെ ചോദ്യം ചെയ്ത് ശ്വേത രംഗത്തെത്തിയത്. അമ്മയുടെ ബൈലോയിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു കോടതിയെ സമീപിച്ചത്. താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടൊന്നുമില്ലായിരുന്നുവെന്ന് ശ്വേത പറയുന്നുണ്ട്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി എത്തുകയായിരുന്നു ശ്വേതാ മേനോൻ ഇപ്പോൾ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം. അമ്മയിലുള്ള മിക്കവരും ഫീൽഡ് ഔട്ട് ആയവരാണ്. ഇവർക്കൊരു സിനിമയുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനയെ പലരും സോഷ്യൽ മീഡിയയിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടിരുന്നു. എന്നാൽ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ, അത് ഒരു സത്യമാണ്. സ്ഥിര വരുമാനമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി കലാകാരന്മാർ അമ്മയിലുണ്ട്. ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുവാനും മരുന്ന് വാങ്ങാനും ഒരു നേരത്തെ ആഹാരം കണ്ടെത്തുവാനും അവർക്ക് കൈത്താങ്ങാവുക എന്നതാണ് അമ്മയുടെ സ്ഥാപിത ലക്ഷ്യം തന്നെ. ഇതിനുള്ള പണം കണ്ടെത്തുവാൻ വേണ്ടിയാണ് ലാലേട്ടനും മമ്മൂക്കയും മറ്റ് സ്റ്റാർ വാല്യുള്ള താരങ്ങളും അവരുടെ സമയവും അധ്വാനവും ചെലവഴിച്ച് അമ്മയുടെ സ്പോൺസേഡ് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത്. ആ പണം തരുന്നത് ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യനാണോ, അമ്പലമാണോ, പള്ളിയാണോ, അംബാനിയാണോ, അദാനിയാണോ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും നോക്കിയിട്ടില്ല.
സഹായിക്കാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരേ മനസ്സോടെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അമ്മയുടെ അംഗങ്ങൾക്ക് അവകാശപ്പെട്ട ഫണ്ട് അവരുടെ ചികിത്സയ്ക്കും മരുന്നിനും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ ചില കുറ്റാരോപിതർ മുൻപ് നടത്തിയ സാമ്പത്തിക തിരിമറികൾ ഞാൻ കണ്ടെത്തിയിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എന്നെ അവർ അപമാനിക്കുവാൻ തുടങ്ങിയത്. ജനറൽ ബോഡി മീറ്റിംഗിൽ എന്നെ കയ്യേറ്റം ചെയ്യാൻ വരെ ശ്രമിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഞാൻ അമ്മയിൽ നിന്നും പിന്മാറുന്നതിനെ പറ്റി ചിന്തിച്ചത്. ഒരു സാധാരണ സ്ത്രീക്ക് മലയാള സിനിമയിലെ ആ പവർ ഗ്രൂപ്പിന് ഒരിക്കലും ഒറ്റയ്ക്ക് നേരിടാൻ ആവില്ല എന്ന് ഞാൻ അമ്മ പ്രസിഡന്റായി മത്സരിച്ച അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ നേരിട്ട ആക്രമണങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാനാകും. എന്തിന് ലാലേട്ടൻ വരെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയില്ലേ? ഈ കുറ്റാരോപിതർ ചെയ്യുന്ന തിരിമറികൾക്കും തട്ടിപ്പുകൾക്കും എന്തിന് ചീത്തപ്പേര് കേൾക്കണം എന്ന് ലാലേട്ടൻ വരെ ചിന്തിച്ചിട്ടുണ്ടാകും. ഞാൻ നടത്തിയ പോരാട്ടത്തിന്റെ ഒരു ഘട്ടത്തിലും എന്റെ പോരാട്ടം ഏതെങ്കിലും സ്ഥാനങ്ങൾക്കോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ ആയിരുന്നില്ല. അമ്മയിൽ സാമ്പത്തിക തിരിമറി നടത്തിയവർക്കെതിരെയും ചില കുറ്റാരോപിതർക്കെതിരെയുമാണ് എന്റെ പോരാട്ടം. നുണക്കഥകൾ പ്രചരിപ്പിച്ചതും അപകീർത്തിപ്പെടുത്തിയെന്നും എന്നെ നിശബ്ദരാക്കാമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നെക്കുറിച്ച് എത്ര നുണകൾ പ്രചരിച്ചാലും അത്ര അപമാനിച്ചാലും ഈ പോരാട്ടത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പിന്നോട്ട് പോകുകയില്ല. കാരണം അത് അമ്മയുടെയും അതിലെ സാധാരണ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള പോരാട്ടമാണ്. ഇനി ഞാൻ ഇതിൽ തോറ്റുപോയാലും സാരമില്ല. കാരണം ഈ പോരാട്ടത്തിലൂടെ ആ പവർ ഗ്രൂപ്പ് അമ്മയിലെ മെമ്പേഴ്സിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ അതുതന്നെയാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നുമായിരുന്നു ശ്വേതയുടെ പ്രതികരണം.